മോളി, അപ്പോൾ അടുത്ത ചോദ്യം വീണ്ടും മോളി. അപ്പം നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, നമ്മൾ ഈ ബിസിനസ്സിൽ കയറി അതാണ് എല്ലാവർക്കും അറിയേണ്ട കാര്യം. നമ്മൾ കയറി കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മാസം എത്ര കിട്ടും, അല്ലെങ്കിൽ ഒരാഴ്ച എത്ര കിട്ടും? ഈ ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും നമ്മൾ ബിസിനസ്സിൽ നടന്നിട്ട് എത്ര നമ്മൾക്ക് കിട്ടി എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ഒരാളോട് എന്തായിരിക്കും മോളിയുടെ മറുപടി? എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ 100% ഇടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2-3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ തുടങ്ങാം. പക്ഷേങ്കിൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിധമുണ്ട് അവരൊരു ബിസിനസ് ചെയ്യുന്നത്. കാരണം ഈ ട്രെയിനിങ് എല്ലാവർക്കും ഒരേപോലെ ട്രെയിനിങ് ആണ്. പക്ഷെ നമ്മൾ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ 100% ഈ ബിസിനസ്സിൽ ഇടുന്നോ അതനുസരിച്ചാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ വിജയവും. ഇപ്പം എനിക്കിപ്പം 2000, 3000, 4000 കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾക്കത് കിട്ടണമെന്നില്ല. ഇനിയിപ്പം നിങ്ങൾക്ക് 3000, 4000, 5000 കിട്ടിയെന്ന് പറഞ്ഞ് എനിക്കത് കിട്ടണമെന്നില്ല. കാരണം ഞാൻ ചെയ്യുന്നത് പോലെ ഇരിക്കും എൻ്റെ ബിസിനസ്സിൻ്റെ വിജയം. ഇത് എൻ്റെ മാത്രം ബിസിനസ്സാണ്, മറ്റാരുടെയും ബിസിനസ്സല്ല. അപ്പം എനിക്ക് ഫാസ്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും 5 ഫിഗറും 6 ഫിഗറും 7 ഫിഗറും ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ അത് നമുക്ക് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത ബിസിനസ്സാണ്. അതാണ് പലരും ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം കുറേ പേരൊക്കെ വിട്ടിട്ട് പോകുന്നുണ്ട്. കാരണം അവരുടെ ട്രെയിനിങ്ങും ഫോളോ ചെയ്യാറില്ല, 100%ഉം കൊടുക്കാറില്ല. അപ്പോൾ ബിസിനസ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് ബിസിനസ് ആയാലും നമ്മൾ ടൈം കൊടുക്കണം, നമ്മുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പം നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നത് ഇന്ന് വർക്ക് ചെയ്യുന്ന അത് വർക്കാകുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ടെക്നിക്ക് ഉപയോഗിക്കണം. അതിനുള്ള എല്ലാ ട്രെയിനിങ്ങും തരും. അപ്പം നമ്മുടെ സ്വന്തം ബിസിനസ്സാണ്, നമുക്കതെങ്ങനെയാണ് വിജയിപ്പിക്കേണ്ടത്, നമുക്ക് നമ്മുടെ രീതിയിൽ വിജയിപ്പിക്കാം. മറ്റുള്ളവർക്ക് എന്ത് കിട്ടുന്നെന്നുള്ളതായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും മോളെ, അത് വ്യക്തമായിട്ടുള്ളൊരു ആൻസറാണ്. കാരണം ഇപ്പം നമ്മളൊരു കടയുണ്ടെങ്കിൽ പോലും ആ കടയിലെയും ഈ കടയിലെയും ചിലവും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. നമ്മൾക്ക് എങ്ങനെ നമ്മുടെ കടയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാം എന്നുള്ള ഒരു പാഠം നമ്മൾ പഠിക്കണം. അത് നമ്മൾ പഠിച്ചെടുക്കണമെങ്കിൽ കുറച്ച് അത് ഓരോരുത്തരുടെയും ഒരു ടാക്ടിക്കാണ്. അപ്പോൾ അത് പഠിച്ചെടുക്കണമെങ്കിൽ സമയമെടുക്കും. അപ്പോൾ ആ ഒരു ഇതാണ് നമ്മൾക്ക് വേണ്ടത്. ആ ഒരു മെൻറ്റാലിറ്റി ഒരു 3 to 5 ഇയേഴ്സ് നമ്മൾക്ക് ഫുൾ കമ്മിറ്റ് ചെയ്ത് ഒരു 3 ഇയേഴ്സ് മിനിമം നമ്മൾ കമ്മിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്ന കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സക്സസ് ആകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്രത്യേകത എന്നും കൂടെ പറയണമെന്നുണ്ടല്ലോ മോളെ. എല്ലാവർക്കും ഒരു പേടിയുണ്ട് അല്ലേ, നമ്മളൊരു അയ്യോ സ്കാമാണോ ഈ ഒരു ആറ്റിറ്റ്യൂഡോടെയാണ് എല്ലാവരും നോക്കുന്നത്. സ്കാമില്ലാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തു വരുമ്പോൾ നമ്മുടെ ഓഡിയൻസിന് നമ്മളിൽ തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അട്രാക്ഷൻ മാർക്കറ്റിംഗ് എന്ന് കൂടി പറയുന്നത്. അപ്പോൾ ആ ഒരു ഇത് വരണമെങ്കിൽ നമ്മൾ ടൈം കൊടുക്കണം. നമ്മൾ പേഴ്സണലി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്കെടുത്ത് ചാടിയവരല്ല. നമ്മളും പലരെയും വാച്ച് ചെയ്ത് ടൈം കൊടുത്ത് ആണ് നമ്മളും ഓരോരുത്തരും ഈ ബിസിനസ്സിലേക്ക് വരുന്ന എല്ലാവരും കയറിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്ഷമയുണ്ട്. കാരണം നമ്മൾ ഓരോരുത്തരും ജോലി ചെയ്യുന്നത് നമ്മൾ ഓരോ മാസം ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് ഒന്നിച്ച് ഒരു 30 വർഷത്തെ ശമ്പളം അല്ലല്ലോ നമ്മൾ ഒന്നിച്ച് വാങ്ങിച്ചു വിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുപോലെ നമ്മൾ ഓരോ കാര്യത്തിനും ക്ഷമയോടെ നമ്മൾ നിൽക്കണം. അതെ, ഈവൻ നമ്മൾക്കൊരു 30 വർഷത്തെ അത് ഒരുമിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ 30 വർഷം പണിയെടുത്താലാണ് ആ പെൻഷൻ നമുക്ക് ലംസായിട്ട് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇതും നമ്മൾ ആ ഇനിഷ്യൽ പീരീഡിൽ ഒരു സ്ട്രഗിളിൽ കൂടെ കടന്നു പോയാലാണ് നമ്മൾക്ക് പിന്നെ ഒരു ലൈഫ് സ്മൂത്തായിട്ട് വരത്തുള്ളൂ. അപ്പം നമുക്ക് ചിന്തിക്കാം, നമുക്ക് അടുത്ത 30-40 വർഷം ഇങ്ങനെ കഷ്ടപ്പെടണോ, അതോ അടുത്ത 2-5 വർഷം വരെ ഇച്ചിരി കൂടെ കഷ്ടപ്പെട്ടിട്ട് ലൈഫ് എൻജോയ് ചെയ്യണമെന്നുള്ളത്. കാരണം ലൈഫ് ഈസ് ടു ഷോർട്ട് മൈ ഡിയർ, വി ഡോണ്ട് നോ. ദൈവം എപ്പോഴാണ് നമ്മൾ എടുക്കാൻ വരുന്നതെന്ന് നമ്മൾക്ക് ആർക്കും അറിയത്തില്ല. അത് നമ്മൾക്കറിയില്ല, ഒരിക്കലും നമ്മൾക്കറിയില്ല. നമ്മുടെ നാളെ എന്താന്നുള്ള കാര്യം നമ്മൾക്കൊരിക്കലും അറിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കുള്ള സമയം നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് ചുറ്റുമുള്ളവർക്ക് സന്തോഷം കൊടുത്ത് നമ്മളും സന്തോഷം അനുഭവിച്ച് ജീവിക്കാം. അപ്പോൾ എൻ്റെയും മോളിയുടെയും എയിം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുക. ഈ രീതിയിൽ ആർക്കെങ്കിലും ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക, ഞങ്ങളോട് അപ്രോച്ച് ചെയ്യുക. ഞങ്ങൾ ഹാപ്പി ടു ഹെൽപ്പ്. ഓക്കെ, താങ്ക് യു.